ഓക്കെ, ബിഗ് ബോസ് എപ്പിസോഡ് 48 ആയിരിക്കണം. 48 അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്തായാലും തമ്മിൽ കറക്റ്റ് ഇട്ടേക്കാം. ആ പറയുന്ന ഇന്നലത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ഇത്തിരി വൈകിയാണെന്നുണ്ടെങ്കിൽ ഇടാൻ തന്നെ തീരുമാനിച്ചു. കാര്യം ആദ്യം ഇടണ്ടാന്ന് കരുതിയതാണ്. പക്ഷെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ മിനിയാത്ത ഇതിൽ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 60 വ്യൂ ആയിട്ട് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിന് പുറത്താണ് രണ്ടാമത്തെ വീഡിയോ ചെയ്തത്. രാവിലെ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ 7-8 വ്യൂ ആണ്. എടുത്ത് ഷെയർ ചെയ്യാനും സ്റ്റാറ്റസ് ഇടാനും നിന്നില്ല. കാരണം നമുക്ക് ഒരു കോൺഫിഡൻസ് കുറവുണ്ടല്ലോ. ചിപ്പുട്ടി പോയി യൂട്യൂബ് ചാനലല്ലേ. എനിവേസ്, അപ്പം ആരോ പറഞ്ഞ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ വൈഫിൻ്റെന്നും കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിൻ്റെന്നും വേറൊരു ഫ്രണ്ടിനോടും പറഞ്ഞിട്ട് ഒരു 3 പേരുടെ അടുത്തുനിന്ന് ലൈക്ക് അതിൻ്റെ കയറിയിട്ട് ലൈക്കും ചെയ്തു. അവരുടെ ഫുൾ വീഡിയോ ഒന്ന് കാണിപ്പിച്ചു. ആരെങ്കിലും തുടങ്ങണമല്ലോ. നമുക്കൊന്നും ഫസ്റ്റ് ഇംപ്രഷൻ ഇല്ല. ഇവർക്ക് ഇംപ്രഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. തുടക്കം ഈ കാണുന്നവരൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്കോ കമൻ്റ് ഒക്കെ ഇത്ര ഓവറാണ് എന്നെ കൊല്ലണം എന്നില്ല. നമ്മൾ നിങ്ങളൊരു ലൈക്കൊക്കെ ചുമ്മാ വലിയ പാടിലിട്ടു. ഞാനൊന്നും ഒരിക്കലും യൂട്യൂബ് വീഡിയോ കണ്ട് ലൈക്ക് ഇടാറില്ല. ഇതിന് ഇങ്ങനെ ഒരു ഗുണമുണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഗുണമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുന്നവരുണ്ടെന്ന് കരുതിയാലും 560 പേരും തന്നെ അറിയുന്നവരില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലും വീഡിയോയിൽ ഗുണമുള്ളതുകൊണ്ടൊക്കെ പ്ലേ ചെയ്തായിരിക്കുമല്ലോ. ഐ എം സോ ഹാപ്പി ഫോർ ദിസ് മച്ച് ഓഫ് വ്യൂസ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബേസിക്കലി. അപ്പൊ പക്ഷേ ഈ തുടക്കം ഇത് കാണുന്നവരിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ആ കാണുന്നതിന്റെ ഇംപ്രഷൻ കൂടാൻ ലൈക്കൊക്കെ വരണം. ഷെയർ പോലും ചെയ്താലും കുഴപ്പമില്ല. നിങ്ങളൊരു ലൈക്കും പിന്നെ കാണുവാണെന്നുണ്ടെങ്കിൽ താല്പര്യത്തിലോ തുടക്കം എന്ന് ബെൽ ബട്ടൺ അമർത്തി നിങ്ങളൊന്ന് ഇനീഷ്യലി ഒരു 4-3-5 പേരെങ്കിലും ഒന്ന് കണ്ടാലാണ് പുള്ളിക്കാരൻ ഇതെടുത്ത് സജസ്റ്റ് ചെയ്യത്തുള്ളൂ യൂട്യൂബ് എടുത്തിട്ട് ബാക്കിയുള്ളവരുടെ. എന്നാലും ഇത് ഹിറ്റ് ചെയ്യുന്നിടത്ത് എത്തത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ സാധനമാണ്. സോ ഐ എം ഡൂയിങ് ദിസ് വൺ. അപ്പം നമുക്ക് എപ്പിസോഡ് റിയാക്ഷനിലോട്ട് പോകാം. റിയാക്ഷൻ ആണ്, നോട്ട് എ റിവ്യൂ. വീണ്ടും പറയുന്നു, നോട്ട് എ റിവ്യൂ, ഇറ്റ്സ് ജസ്റ്റ് എ റിയാക്ഷൻ. വായി തോന്നുന്നത് ചുമ്മാ ഫണ്ടിന് വിളിച്ച് പറയുന്ന ഒരു പരിപാടിയായിട്ട് ഞാനിതിനെ കാണുന്നത്. നമുക്ക് ജയിൽ എപ്പിസോഡിലോട്ട് കിടക്കാം. കാരണം ജയിൽ സെഗ്മെന്റിലോട്ട് കിടക്കാം. അപ്പോൾ എപ്പിസോഡിന്റെ അവസാനമാണ് ജയിൽ വരുന്നത്. അപ്പം ഞാൻ കൃത്യം കണ്ടും കൂടെ ഇറങ്ങിയപ്പോൾ എനിക്ക് ആ ഫുൾ ചൂട് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് എന്താണ്, ജയിലിൻ്റെ പറയുന്നത് തന്നെയാണ്. കാരണം ആ ഒരു ചൂട് ഇങ്ങനെ നിൽക്കുകയാണ്. കൊള്ളാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വെറും സാഡിസ്റ്റാണ്. എനിക്ക് നല്ല രസമുണ്ടായിരുന്നു ജയിൽ സെഗ്മെന്റ്. അപ്പോൾ ജയിലിൽ ഇത്തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ജിൻഡോയും ജാസ്മിൻ ആയിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ടായിരുന്നു. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ആദ്യമേ ജിൻഡോ മറ്റേ ഗെയിമിൽ ചെയ്ത തൊട്ടിത്തരം എന്നും പറഞ്ഞുകൊണ്ട് ഗബ്രി അകത്ത് കയറിയിട്ട് എപ്പോൾ ഒരു നോമിനേഷന്റെ ഡിസ്കഷന് ചെന്നാലും ഇതിന് മുമ്പാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് തന്നെ കേട്ട അഭിപ്രായം പറയുന്നത് ആരായിരിക്കും? ഗബ്രിക്ക് അറിയാം. അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് അതല്ല എന്ന് തെളിയിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ആൻഡ് ഗബ്രി അത്യാവശ്യം മറ്റേ ജസ്റ്റിഫിക്കേഷൻ്റെ ആശാനായതുകൊണ്ട്, ന്യായീകരണത്തിന്റെ രാജാവായതുകൊണ്ട് ഗബ്രിക്ക് അതിന് എന്തായാലും ഒരു കാരണം വ്യക്തമായിട്ട് കൊടുക്കാനും പറ്റി. ഇത്തവണ മറ്റേ കോണത്തിലെ കാരണമായിരുന്നു. അതുകൊണ്ട് അതിലും നല്ലൊരു വാക്കിനിക്ക് ഇവനൊന്നും പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നില്ല. അച്ചാരി വൃത്തികളാണ് ഗബ്രി കാണിച്ചത്. ഗബ്രിയാണ് ആ ഗെയിമിൽ അത്രയും എന്താ പറയുക ഫിസിക്കൽ ഹാൻഡ്ലിങ് കൊണ്ടുവന്നത്. ഇതെല്ലാം കൊണ്ടുവന്ന ഗബ്രി അവസാനം പോയിക്കൊണ്ട് എന്താ ചെയ്തത്? ഗബ്രി നല്ല അന്തസ്സായിട്ട് അതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ ജിൻഡോയ്ക്ക് എടുത്താൻ കിട്ടുവച്ചു. ഓക്കെ, ജിൻഡോ എന്നിട്ട് മിണ്ടിയിട്ടില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു കോണ്ടസ്റ്റ്. ജയിലിൽ പോകുന്ന സമയത്ത് ജിൻഡോ മിണ്ടിയല്ല. ഹി വാസ് സോ കാം. അപ്പം അതിൻ്റെ ഡിസ്കഷനിലൊന്നും വലിയതായിട്ട് വന്നില്ല. ആദ്യത്തെ കുറച്ച് പേര് 3-4 പേര് അത്രയ്ക്ക് ജിൻഡോയ്ക്ക് ഉണ്ടായി കാണത്തുള്ളൂ. അതിനുശേഷം മൊത്തം ജാസ്മിൻ ഇട്ടാ കിട്ടിയത്. അതിൻ്റെ മൊത്തം ഫുൾ കാരണങ്ങൾ എപ്പിസോഡിന്റെ തുടക്കം മുതലേ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പണ്ടോട്ടേ കാണുന്നുണ്ട്. ജാസ്മിന്റെ മടിയാണ്. ഡീറ്റെയിലി എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചതെന്നുള്ളതിന്റെ ഒരു റിയാക്ഷനിലോട്ട് നമുക്ക് പോകാം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ജയിലിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാനുണ്ട്. സോ ഇറ്റ് വാസ് ഓൾ അബൌട്ട് എ സി വാർ. അപ്പൊ ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ പതിപോലെ ജാസ്മിന്റെ അന്നിയൻ എഫക്റ്റ് ഒക്കെ ഇട്ടുകൊണ്ട് രാവിലെ കരച്ചിൽ എന്നും പറഞ്ഞല്ലോ. ആദ്യത്തെ മണിക്കൂറിൽ കരച്ചിൽ, പിന്നത്തെ മണിക്കൂറിൽ ഉറക്കം, പിന്നത്തെ മണിക്കൂറിൽ തളർച്ച, പിന്നത്തെ മണിക്കൂറിൽ ചിരി, പിന്നത്തെ മണിക്കൂറിൽ മറ്റേ ബൊമ്മലാട്ടം. ഇന്ന് ഈ തവണത്തെ എപ്പിസോഡിൽ ഒരു ബൊമ്മലാട്ടമൊക്കെ കിടപ്പുണ്ട്. സത്യമായിട്ട് ജാസ്മിൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇത് ഇങ്ങനെ ഒരു അട്ടം, പിന്നെ ഇങ്ങനെ ഒരു അട്ടം. നമ്മൾ ആ സാധനം മാത്രം നോക്കിയിട്ട് ബാക്കിൽ ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സാധനം. വലിയ തഞ്ചാവൂർ ബൊമ്മ ആടുന്ന പോലെ ഒരു ആട്ടം ഉണ്ട് ജാസ്മിന്റെ എക്സ്പ്ലനേഷൻ. കം ഓൺ, സീയിങ് ഇറ്റ് ഓൾ ദ ടൈം. വെറുത്ത് പോയി. ജാസ്മിൻ വാ തുറക്കും. അവിടെ ആ ഒരു ഉറക്കത്തിൽ കിടന്ന് സ്വപ്നം കൂടി കാണാനുള്ളൂ ഇവളുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളും. അജാതി ഓവർ ആക്ടിങ് ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജാസ്മിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ജാസ്മിനെ കയറി കഴിഞ്ഞപ്പോൾ ജാസ്മിൻ ചെന്നൈയാണ്, ചൂടായിരിക്കും, എ സിയിലായിട്ട് കിടക്കാൻ പാടായിരിക്കും. ഒബ്വിയസ്ലി ഇവരാരും കൊണ്ടുവന്ന് ജയിലിനകത്ത് വെക്കാൻ പോകുന്നില്ല ഈ പറഞ്ഞ സാധനം. അപ്പൊ ജയിലിനകത്ത് എ സി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ജയിലിന്റെ എൻട്രൻസിന്റെ അവിടെയോ ആ മൂലയ്ക്കോ കൂജ വെച്ചിട്ടുണ്ടല്ലോ, വെള്ളത്തിന് കൂജ വെച്ചേക്കണതിന്റെ അവിടെ എവിടെയോ ആണ് പോയിട്ട് ജാസ്മിൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നേരെ പോയിട്ട് കിടന്നുറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെയാണ് എ സിയുടെ പുറത്തുള്ള എ സിയുടെ തണുപ്പ് കിട്ടത്തുള്ളൂ. അപ്പൊ അതാണ് പോയിന്റ്. കാരണം നമ്മൾ നേരെ സീൻ കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന്റെ കാലിന്റെ അടുത്താണ് ജിൻഡോ കിടക്കുന്നത്.
ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ജിൻഡോയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത സാധനമാണ് ജാസ്മിന്റെ വൃത്തി. അതല്ല, ജിൻഡോ നല്ലൊരു പ്ലെയറാണ്. പുള്ളിക്ക് എന്തുമ പിടിക്കണം അറിയാം. ഇപ്പൊ അതുമ പിടിക്കാനല്ല, അതിനേക്കാളും വലുത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ അവിടെ കിടക്കണം. നമ്മൾ സീൻ കാണുമ്പോൾ ജാസ്മിന്റെ കാലിന് താഴെ, ജാസ്മിൻ കാല് നീട്ടിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ നീട്ടിക്കഴിഞ്ഞാൽ ജാസ്മിന്റെ കാല് ജിൻഡോയുടെ വായിലായിരിക്കാം, തലയിലായിരിക്കാം. എനിവേസ് മുട്ടും. ജിൻഡോ അത്ര ഹാപ്പി ആയിരിക്കേണ്ട കാര്യമൊന്നുമല്ല അവിടെ നടക്കുന്നത്. പക്ഷെ അങ്ങനെ കിടക്കാണ്, ഒരു സ്പേസ് വാർ അവിടെ നടക്കാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ജാസ്മിൻ ഗുരു കൂട്ടിയിട്ട് പറയുന്നുണ്ട്, ജിൻഡോ കാക്ക മാറിക്കിടക്കും. ജിൻഡോ മാറിക്കിടക്കില്ല, ജിൻഡോ ഉടനെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ അറിയാം ക്യാമറ എപ്പോൾ അവിടെ തിരിയുന്നു, അപ്പോൾ ജാസ്മിന്റെ എക്സ്പ്ലനേഷന്റെ രീതിയൊക്കെ മാറും. അതിന് പറഞ്ഞൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ജിൻഡോയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ജിൻഡോ ഉടനെ എക്സ്പ്ലനേഷൻ കൊടുക്കും. എന്താണോ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് രണ്ടുപേരും ഡെലിവറി ചെയ്യുന്നുണ്ട്. ബുദ്ധിക്കൊന്നും ഒരു കുറവില്ലായിരുന്നു. അപ്പോൾ എനിവേസ് ജിൻഡോ മാറൂല എന്ന് പറഞ്ഞു. ജാസ്മിൻ കാലെടുത്ത് ജിൻഡോ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ജിൻഡോയുടെ ഇവിടെ കയറ്റിയിട്ട് കാല് വെക്കുന്നുണ്ട്. ജാസ്മിന്റെ കാല് വെക്കുന്നുണ്ട് ഗൈസ്. ജിൻഡോയ്ക്ക് ഒരു കുഴപ്പമില്ല, ജിൻഡോ ഈസ് ഹൈലി ടോളറബിൾ. അതിനുശേഷം ആൾക്കാരെ എല്ലാവരെയും ഓടി കൂട്ടുന്നുണ്ട് ജാസ്മിൻ എന്നിട്ട് കട്ട് എക്സ്പ്ലനേഷൻ ഉണ്ട് ജാസ്മിന്റെ. ഇയാളൊന്ന് മാറിക്കിടന്ന് എനിക്ക് ഇവിടെ കിടക്കാം, എനിക്ക് വയ്യാത്തോണ്ടല്ലേ. അപ്പൊ ജിൻഡോ കൃത്യമായിട്ട് പറയുന്നത്, ജിൻഡോയുടെ സ്റ്റോറി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ജിൻഡോ തീർത്ത് പറഞ്ഞു എന്ത് വന്നാലും അവിടെ കിടത്തില്ല. ജിൻഡോയുടെ സ്റ്റോറി അവിടെയാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ജിൻഡോ പൊട്ടനാന്ന് ഇനിയും പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാനും ആ ഒരു കൂട്ടത്തിൽ ജിൻഡോനെ എഴുതി കൂട്ടിയെടുത്ത് വെച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പൊട്ടനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പൊട്ടൻ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന മൊത്തം സത്യം. എല്ലാം ജിൻഡോന്റെ ഒരു സത്യമല്ല. ജിൻഡോ നോണ അത്യാവശ്യം നാണ്യമായിട്ട് പറയുന്ന ആളാണെന്ന് നമുക്കറിയാം. പക്ഷെ ആ നോണ നല്ല അടിപൊളി നോണയാണ്. ഇത് നോണയാണോ സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഇത് സത്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാണ്ടൊന്നും ജാസ്മിൻ ജിൻഡോ അടുത്ത് അടങ്ങി ചോദിക്കാൻ പോകുന്നില്ല. ആദ്യത്തെ കുറച്ച് ജിൻഡോ കാക്ക ഒന്ന് മാറിക്കിടക്കുമെന്നൊക്കെയുള്ള ആ ചോദ്യം കണ്ടാൽ നമുക്കറിയാം ന്യായം അവിടെ ജിൻഡോയുടെ ഭാഗത്ത് തന്നെയാണ്. ആൻഡ് ജിൻഡോ എക്സ്പ്ലെയിൻസ് ദിസ് സോ വെൽ. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി രീതിക്ക് ജിൻഡോ പറയുന്നുണ്ട്, ഇവിടെ ബിഗ് ബോസ് ഈ സൈഡിലായിരുന്നു എന്റെ ബെഡാണ്, അപ്പൊ ന്യായമായും ജിൻഡോയ്ക്ക് അവിടെ കിടക്കാൻ പറ്റും. അവിടെ കൂജ വെച്ചിരുന്ന സ്ഥലത്ത് ഒരാൾ കിടക്കുക എന്ന ഉദ്ദേശമില്ല. അവൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ അവിടുത്തെ എയർ മൊത്തം ബ്ലോക്ക് ആവും, ജിൻഡോയ്ക്ക് കാറ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ജിൻഡോ മാറത്തില്ല. അവൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെ പോയി കിടന്നോട്ടെ. ജയിലിൽ വന്നത് AC കൊള്ളാനല്ല. ഇതാണ് ജിൻഡോയുടെ എക്സ്പ്ലനേഷൻ. ദാറ്റ് ഈസ് സോ ക്ലിയർ. പക്ഷെ ഇത് കാണാനായിട്ട് ഹൗസ് മേറ്റ്സ് ഒരാൾക്ക് പോലും പറ്റുന്നില്ല കേട്ടോ. ഒരാൾക്ക് പോലും ഈ പറഞ്ഞ സാധനം കാണുന്നില്ല. ജിൻഡോ ഇത്രയും പറയുന്ന സമയത്തും ഇവരെല്ലാവരും വന്നിട്ട്, കാരണം ഉണ്ടല്ലോ നമ്മുടെ ജാസ്മിന്റെ ഒരു വിളി, എന്റെ പൊന്നെ ശ്രീതു എന്ന് പറഞ്ഞിട്ട് ജാസ്മിന്റെ ഒരു വിളിയുണ്ട്. ഞാൻ കാണിച്ചതിനേക്കാളും വൃത്തികേടാട്ടോ അവള്. സാധാരണ എന്റെയാണ് ഏറ്റവും വൃത്തികേട് ഞാൻ പറയാറുള്ളൂ. ഞാൻ വേറെ എന്തോ സാധനമാണ് കണ്ടത്. എനിവേസ്, പക്ഷെ സംഭവം അതാണ്, ജാസ്മിൻ അങ്ങോട്ട് അഭിനയിച്ച് മരിക്കുന്നതിൽ എന്തുകൊണ്ടോ അവര് വീഴുന്നു. അതിപ്പോ നമ്മള് എല്ലാ ക്യാമറ കാണുന്നതും അവർ നേരിട്ട് കാണുന്ന തമ്മിലുള്ള വ്യത്യാസമാണെന്ന് കരുതാം. പക്ഷെ ഒരു മനുഷ്യന്റെ സ്വഭാവം, പ്രീവിയസ് ഡൂയിങ്സ് നമ്മൾ അനലൈസ് ചെയ്തില്ലേ, അതിവിടെ കാണുന്നില്ലേ. ഇത് ഒക്കെ മണ്ടന്മാരാണെന്ന് തോന്നുന്നു ഗ്രൂപ്പിൽ. പക്ഷെ ബുദ്ധി ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്നവരാണ്. കാരണം അവിടെ വന്നിട്ട് ജിൻഡോ ഇത്ര ക്ലീൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ജാസ്മിൻ ഇത്രയും നാളെ എല്ലാവരെയും വെറുപ്പിച്ചിട്ടും, ഐഡിയലി അവരവിടെ ന്യായം നോക്കാം, അല്ലെങ്കിൽ ജിൻഡോയുടെ സൈഡ് എടുക്കുക. ഇത് രണ്ടാണെങ്കിലും ഞാൻ സമ്മതിക്കും. കാരണം അങ്ങനെയാണ് ഇതുവരെയുള്ള റിലേഷൻഷിപ്പിന്റെ അങ്ങനെയുള്ള അടികളുടെ ഒക്കെ പോയിട്ടുള്ളത്. പക്ഷെ എല്ലാവരും നേരെ ജാസ്മിന്റെ സൈഡ്. നന്മമരങ്ങളുടെ ഐരുകളി ഇതെല്ലാം ഷെയർ ചെയ്തുകൂടെ, മാറിക്കിടന്നുകൂടെ. ഇവർ ബാക്കിയുള്ള ബിഗ്ഗർ പിക്ചർ കാണാനേ പറ്റുന്നില്ല. എന്നിട്ട് ജിൻഡോ തീർത്ത് അങ്ങോട്ട് പറയും. ജിൻഡോയുടെ പറയിലൊരു രസം ഉണ്ടായിരുന്നു. ജിൻഡോയുടെ പറിച്ചിട്ട് അയ്യോ അവൾക്ക് AC കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാറിക്കിടന്ന്, ഞാൻ വേർത്ത് കിടന്നുകൊണ്ട് അവൾക്ക് AC കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ജിൻഡോ നടക്കില്ലെന്ന് തീർത്തൊരു ഡയലോഗ് ഹൗസ് മേറ്റ്സിന്റെ അടുത്ത് എല്ലാവരും, നമ്മൾ ആരാണെങ്കിലും എല്ലാവരും കൂടി വന്ന് പറഞ്ഞു കഴിയുമ്പോൾ കൂടെ അതിന് നന്മയുടെ ഒരു ആവരണം കൂടി ആക്കിയപ്പോൾ പെട്ടുപോകും. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് നോ പറയാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് നീഡ് സം ഗട്ട്സ്. അതുള്ള മനുഷ്യനാണ് ജിൻഡോ. അത് നല്ല രീതിക്ക് ഇത്രയും പേര് നടക്കില്ല, അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാറി കിടക്കില്ല, അവൾ വേണമെങ്കിൽ കൊള്ളട്ടെ എന്ന് പറഞ്ഞ് പിന്നെയുള്ള കുറെ ഡിസ്കഷനും കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല. പക്ഷെ അതിനു മുമ്പ് ഇത് കേട്ടോട്ട് ജാസ്മിന്റെ കുരു കിട്ടുന്നുണ്ട്. ജാസ്മിൻ നേരെ ചാടി എഴുന്നേൽക്കുന്നു, ഇങ്ങോട്ട് കിടക്കണോ ഇങ്ങോട്ട് കിടക്കണോ എന്ന് പറഞ്ഞ് ഒച്ച എടുക്കുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ജാസ്മിൻ വലിയ ഡ്രാഗൺ കുഞ്ഞൊന്നുമല്ല. ആരാണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ജാസ്മിൻ ഇങ്ങനെ പറത്തി പൊങ്ങുന്നുണ്ട്. ജാസ്മിൻ തീർന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഗബ്രിയും കൂടി തഴഞ്ഞ് ജാസ്മിൻ തകർന്ന് തരിപ്പണമായി. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്. അതായത് ആ സമയത്ത് വീണ്ടും ജാസ്മിൻ പൊട്ടിത്തെറിക്കായി. ഇവിടെ സമ്മതിക്കുന്നു. ഇവിടെ പിന്നെയും എന്നൊക്കെ പറഞ്ഞാലും മറ്റേ ഏതൊരു പടം ഉണ്ടല്ലോ നമ്മുടെ രാംചരണ, മറ്റേ ഐലൻഡ് വെട്ടിക്കുത്തി പിന്നെയും വെട്ടിക്കൊന്നിട്ട് മുഗൾ സാമ്രാജ്യത്തിന് ആരണ്ട് വന്ന ഭാഷ എഴുന്നേറ്റ് വരുന്നത് ഹിറ്റ് വിടാളോ, ഓർക്കാൻ പറ്റില്ല. പടം കിട്ടില്ല. അതേപോലെയാണ് ജാസ്മിൻ. എത്ര വീണാലും പിന്നെ എഴുന്നേറ്റിരിക്കും. ഇനി ഉണ്ടാന്ന് ചോദിച്ചോണ്ട് എഴുന്നേറ്റിരിക്കും. പക്ഷെ അപ്പുറത്ത് പോയിരുന്നുണ്ട് മോങ്ങും. ജാസ്മിൻ ഈസ് ബ്രോക്കൺ, കംപ്ലീറ്റ്ലി ബ്രോക്കൺ. അതാണ് അവിടെ കാണുന്നത്. ജാസ്മിൻ ചാടി എഴുന്നേറ്റ് കയ്യിൽ നിന്ന് ഫുൾ കൺട്രോളും പോയിക്കൊണ്ട് ജിൻഡോനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. ജിൻഡോ അടുത്ത് ഇങ്ങോട്ട് മാറി കിടക്കും എന്ന് പറയുമ്പോണ്ടല്ലോ, താനെ തറ ലെവൽ ഓഫ് ജാസ്മിൻ ഈസ് എക്സ്പോസ്ഡ്. ഫ്രോഡുകളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിലൊന്നും പറയാനില്ല. അറബിക്കഥ പടത്തിന് മറ്റേ സുരാജ് പറഞ്ഞ പോലെ തന്നെ ഫ്രോഡുകളൊക്കെ എത്രയൊക്കെ ഉള്ളി വെച്ചാലും പുറത്തോട്ട് ചാടും. അത് പുറത്ത് വന്നു കഴിഞ്ഞു ജാസ്മിന്റെ. അപ്പൊ ജാസ്മിൻ കുറെ എനിപ്പിക്കാൻ നോക്കി പറ്റാണ്ട് ജാസ്മിൻ അടിക്കുന്നുണ്ട്. ഷീ ഹാൻഡിൽഡ് ജിൻഡോ ഫിസിക്കലി.
അത് ബിഗ് ബോസ് കണ്ടില്ല. അത് ഐ എം സോ ഹാപ്പി. ഞാൻ ബിഗ് ബോസ് ഒക്കെ ഒരേ വേവ് ലെങ്ത് ആണ്, പക്ക സൈക്കോസ് ആണ്. എനിക്കും ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസ് ഇടപെടേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇഷ്യൂ കത്തിക്കാമായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ സൗകര്യപൂർവ്വം അതൊക്കെ മറന്നു. നമ്മുടെ തൃശ്ശൂർക്കാരി മാത്രം അതിൽ കയറി ഇടപെട്ടു. അവള് കട്ടക്ക് കയറി കളിക്കാൻ നോക്കി. സ്ഥിരം പരിപാടിയാണ്. പക്ഷെ ജിൻഡോയും അവിടെ കിടന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എഡിറ്റിങ്ങിന്റെയും ബിഗ് ബോസിന്റെയും കളിയാന്ന് കാണാം. ഇതിൽ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ജിൻഡോ പറയുന്നതൊക്കെ നമുക്ക് ടോപ്പ് ആംഗിൾ വെച്ചുകൊണ്ട് കാണിക്കണം. ജിൻഡോ ഇങ്ങനെ കിടന്നുകൊണ്ട് എനിക്ക് പരാതി ഉണ്ടെന്നുള്ളതൊന്നും മര്യാദ കാണിക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതിങ്ങനെ കാറ്റി പാറിപ്പോയി. ഇതേ അടി പൊട്ട ഒരു തോണ്ടൽ ജിൻഡോ വെച്ച് കൊടുത്തായിരുന്നെങ്കിലോ മറ്റാരെങ്കിലും വെച്ച് കൊടുത്തായിരുന്നെങ്കിലോ. അപ്പൊ നമ്മൾ കാണിക്കുമ്പോൾ ഓഹോയും അവർ കാണിക്കുമ്പോൾ ആഹായും. നല്ല ചിറ്റമ്മ നയമാണ്. ആൻഡ് ഇതിന്റെ കൂടെ സിബിന്റെ വിഷയം കൂടി എടുത്തിട്ട് ബിഗ് ബോസിന്റെ ആക്ച്വലി ചോദിക്കേണ്ടതാണ്. സിബിൻ ഒരു ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നാ പുകിലവിടെ കാണിച്ചാൽ ഇവള് ആക്ച്വലി ഫുൾ എരച്ച് കയറി തല്ലിയതാണ്. അയാൾ ഫിസിക്കലി സ്ട്രോങ് ആയിരുന്നുകൊണ്ടും ഇവള് ഫിസിക്കലി വീക്ക് ആയിരുന്നുകൊണ്ടും ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞില്ല. ആ തല്ലും അതിന് വേണ്ടി അവൾ കാണിച്ച എക്സ്പ്രഷൻ കണ്ടറിയാം ദാറ്റ് വാസ് മെന്റ് ടു അല്ല, എന്നാലും ഹാം ചെയ്യുന്ന ഒരു സാധനമാണ് അവൾ കാണിച്ചത്. വെറുതെ വിടേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും കൂടി അതുകൊണ്ട് മറ്റേ ഈസി തിങ് ആക്കി മാറ്റി. അത് ഭയങ്കര ഊളത്തിലായിപ്പോയി. അതിന്റെ അവസാനം എല്ലാവരുടെയൊക്കെ പറഞ്ഞ് ജയിൽ സീൻ അവിടെ ഒഴിവാക്കി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ കിടക്കാന്നാക്കി. എ സി അവിടെയാണ് ഇരിക്കുന്നത്. തണുപ്പ് വരുന്നത് ഈ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജിൻഡോയും ഇവിടെ ജാസ്മിനും വേർട്ടിക്കലി കിടക്കുന്ന രീതിക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു. കുഴപ്പമില്ല. ആൻഡ് ഇതിന്റെ അവസാനം ആരും ശ്രദ്ധിക്കാതെ പോയൊരു സീനുണ്ട്. ശ്രീതു നൈസായിട്ട് വന്നിട്ട് ഒരു പെട്ടി കൊണ്ടുവന്നുകൊണ്ട് ഇത് നിങ്ങൾ രണ്ടുപേരും ഇടയിൽ വെക്കട്ടെ എന്ന് ഒരുമിച്ച് കിടങ്ങയില്ലേ. ജാസ്മിൻ മറ്റേ ജിൻഡോയുടെ കൈമയാണ് കാല് കയറ്റി വെച്ച് കിടന്നത്. എന്നിട്ടും ജിൻഡോ അവിടെ ഒരു കാര്യത്തിനും ഇടപെടാൻ പോയില്ല. അതും ജാസ്മിന്റെ കാര്യം. എനിവേസ് ശ്രീധുവിന് അത് തോന്നാനായിട്ട് കാരണമുണ്ട്. അത് നമുക്ക് എപ്പിസോഡിന്റെ തുടക്കത്തിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാത്തതിന്റെ ഇഷ്യൂ പറഞ്ഞിട്ടാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാം കാണിക്കാൻ അങ്ങനെ വ്യക്തതയൊന്നും ആയില്ല. പക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീധുവിന് നേരെ തിരിഞ്ഞു. ശ്രീധു ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കണ്ടേന്ന് പറഞ്ഞില്ല. അപ്പൊ ശ്രീധു പവർ ടീമാ പറയണ്ടേന്ന് പറയുന്നു. പവർ ടീം അത് വിട്ടു അങ്ങോട്ട് ഇങ്ങോട്ടും പറയുന്നു. പക്ഷെ കളി പയ്യെ തിരിയുന്നു. ആദ്യമേ തന്നെ തിരിയുന്നത് നൈസായിട്ട് വന്നിട്ട് നമ്മുടെ തലേ ദിവസത്തെ മൂത്രമൊഴിക്കാൻ പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജിൻഡോ എടുത്ത് വന്നുകൊണ്ട് ഇപ്പൊ ചായ ഉണ്ടാക്കി പറ്റുന്നത് ശ്രീധു കുറച്ച് അവിടെ തുള്ളി ക്യാപ്റ്റൻ ആവാൻ പോയ ഒരു സീൻ ഉണ്ടല്ലോ, അതിന്റെ പകുതി ഉള്ളി കിടക്കുന്നുണ്ട്. ജിൻഡോ അണ്ണൻ ചാടി ഇറങ്ങി വരുന്നു. ശ്രീധു പറഞ്ഞില്ല എന്ന് ഉരുളമയാണ് ജിൻഡോ കയറി പിടിക്കുന്നത്. ശ്രീധുവിന് അതിന്റെ ഒരു വാശി ജിൻഡോന്റെ അടുത്ത് കിടപ്പുണ്ട്. അപ്പൊ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ശ്രീധു അതിന് ഞാനൊന്നും പറയാറില്ലല്ലോ, എല്ലാം പവർ ടീം അല്ലേ ഫുഡ് ഉണ്ടാക്കാൻ പറയുന്നത് ശ്രീധു പറഞ്ഞു നോക്കുന്നുണ്ട്. ഉടനെ ജിൻഡോ ഡയലോഗ് ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു. ജിൻഡോ നല്ല നൈസായിട്ടാണ് കയറി വരുത്തായിരുന്നു. അവിടെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടൊരു സംഭവം നടക്കുന്നു. റസ്മിൻ ഈസ് അറ്റാക്കിങ് ജാസ്മിൻ. കാരണം കുറേയായി ജസ്മിന് മനസ്സിലായി ഇവളുടെ തൊട്ടിത്തരത്തിന് കൂടെ പട്ടികയിലായി തുടങ്ങി. ഞാൻ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുമെന്ന് കാണിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. കാരണം റസ്മിൻ അല്ലേ ജാസ്മിൻ്റെ അടുത്തോട്ട് ചാടുന്നത്. റസ്മിൻ അതായത് സംഭവം തിരിഞ്ഞ് നമ്മുടെ ആരടുത്തോട്ട് പോയി സംഭവം തിരിഞ്ഞ് ശ്രീധുവിന്റെ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റസ്മിൻ കയറിയിട്ട് ഈ ചോദ്യം, അതായത് അവിടെ കിടന്നിട്ട് പണിയെടുക്കുന്ന അൻസിബ മാത്രമാണ്. ജാസ്മിനെയും ജിൻഡോനെയും കൊണ്ട് ഒരു ഉപകാരമില്ല എന്ന് ജാസ്മിന്റെ മൂത്തോയി പറയുന്നു. ഇവർ രണ്ടുപേരും ഡിസ്കഷനിലോട്ട് ഇവർ രണ്ടുപേരും ആ കൂട്ടത്തിൽ നിന്ന് ചാടി ഇറങ്ങി മാറി എന്നിട്ട് ഒരു ഡിസ്കഷൻ അവിടെ ഓൺ ആവുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. മൊത്തത്തിൽ ആർക്കും വയ്യാത്ത എപ്പിസോഡാണെന്നുണ്ടെങ്കിലും ത്രൂ ഔട്ട് ഇപ്പൊ കുറെ നാളായിട്ട് ഓരോരുത്തർക്ക് വയ്യായികയാണല്ലോ. എന്നിരുന്നാണെങ്കിലും ഇഷ്യൂ വരുമ്പോൾ എല്ലാവരും ചിലക്കാനായിട്ട് ഓടിയെത്തും. ഇപ്പൊ അങ്ങനെ വാക്ക് പറയാനുള്ളൂ. ചില എന്നല്ലാതെ വേറെ ഒന്നും ഇതിൽ നിന്ന് കിട്ടാനില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തവണ റീവൈൻഡ് അടിച്ചിട്ട് ഓക്കെ ജിൻഡോ എന്താ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞ് വീണ്ടും റിവൈൻഡ് അടിച്ചിട്ട് ഇവനെന്താ പറഞ്ഞ എന്ന് പറഞ്ഞ് റിവൈൻഡ് അടിച്ച് നോക്കേണ്ട ആവശ്യമാണ്. ടോട്ടൽ കാറ്റസ്ട്രോഫി നശിപ്പിച്ച സിബിനൊക്കെ ഉണ്ടായിരുന്ന എന്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഗെയിമാണെന്ന് അറിയാം. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാ സീസൺ അവരത് കാണുന്നത്. എനിവേസ് അപ്പൊ ജാസ്മിൻ അവിടെ കിടന്നുകൊണ്ട് ജാസ്മിന്റെ അലക്കി വെളുപ്പിക്കൽ ഇന്നത്തെ ദിവസത്തെ പാർട്ട് 1 ഹാസ് സ്റ്റാർട്ടഡ്. ഉടനെ പാർട്ട് 1 സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെന്നുകൊണ്ട് അൻസിബയുടെ അടുത്ത് ചെന്നുകൊണ്ട് ആദ്യമേ ജസ്റ്റ് പാർട്ട് 1 സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ റസ്മിന്റെ അടുത്താണ്. റസ്മിൻ ഇത് പറഞ്ഞു, എല്ലാവരും അറിഞ്ഞു എന്ന് മനസ്സിലായി. എപ്പോൾ ഒരു സീൻ ഉണ്ടെങ്കിലും നമുക്കറിയാം ജാസ്മിൻ ഇറങ്ങും. ജാസ്മിനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ ജാസ്മിൻ ഇറങ്ങും വിത്ത് എ ലോട്ട് ഓഫ് വെളുപ്പിക്കൽ തുണികൾ. എന്നിട്ട് നേരെ ചെന്നിരിക്കുന്നു. ആദ്യം കാണുന്ന ആളെ വിളിക്കും. ഇത്തവണ ആദ്യം കാണുന്നത് അൻസിബേനാണ്. ഓക്കെ, പാർട്ട് 1 ഓഫ് ഇന്നത്തെ എപ്പിസോഡിൽ അലക്കി വെളുപ്പിക്കൽ തുടങ്ങുന്നു. ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, എല്ലാവരും പറയുന്നു ഞാൻ സഹായിക്കാൻ വരാറില്ല എന്ന്. അൻസിബ പറയും ഞാൻ വരാറില്ല, നീ വരാറില്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരി. ഉടനെ ജാസ്മിൻ അടുത്ത സാധനം, ജാസ്മിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ അയ്യോ അത് ഇങ്ങനെ പറഞ്ഞല്ലോ. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഞാൻ വരാറില്ല നിനക്ക് പറയാൻ പറ്റുമോ? ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഒരുവിധ ആൾക്കാർ ആ സീൻ എടുക്കുക, പിന്നെ നീ വരാറുണ്ട് എന്നോട് പറഞ്ഞ് തീടുന്നു. അത് ആ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് ജാസ്മിന്റെ രീതി. ഗുഡ് വൺ, നൈസ്. പക്ഷെ സ്ഥിരം 100 ദിവസം ഒരു സ്ഥലത്ത് കിടന്ന് ഇറക്കുമ്പോൾ ഫ്രോഡുകൾ പുറത്തു വരും, നടക്കില്ല. ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയിട്ട് സൂപ്പറായിട്ട് അല്ലെങ്കിൽ ഒരു 10 ദിവസത്തെ 15 ദിവസത്തെ ഒരു ഇൻഡക്ഷൻ കോഴ്സിന് പോയിട്ട് സാധനം ഇറക്കിയിട്ട് പോരാം. പക്ഷെ സ്ഥിരം നടക്കൂല ജാസ്മിനെ. അതാണ് ഇവിടെ പറ്റിയത്. ജാസ്മിന്റെ സ്ഥിരം പരിപാടി പോലെ ഞാൻ വരാറില്ലെന്ന് പറയുന്നുണ്ട്. വരാറില്ല. അൻസിബ സ്ട്രേറ്റ് ആയിട്ട് ഉത്തരം പറയണം.
ഉടനെ അടുത്തത് ഞാൻ വരാറില്ല എന്നാണെന്നുണ്ടെങ്കിലും എന്താണ് ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ വരാറുണ്ടല്ലോ, അതില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നീ ലേറ്റ് ആയിട്ട് വന്നാലും കുറെ പണികൾ ചെയ്യാറില്ല, അങ്ങനെ ആയിട്ട് പറയാം. ഉടനെ അടുത്ത ചോദ്യം, ഞാൻ പണികൾ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് പകുതി ഞാൻ വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാ പണികളും ചേർത്ത് വെക്കാറുണ്ടല്ലോ. ജാസ്മിൻ അടുത്ത് അങ്ങോട്ട് വളച്ച് മറിച്ചിട്ട് വെളുപ്പിക്കലാണ്. ചെളി പോയില്ല, ഓക്കെ ഈ സോപ്പ് ഇട്ട് വെക്കാം, കുറച്ച് സോപ്പ് പൊടി ഇട്ട് വെക്കാം, വെളുക്കുന്നില്ല. അപ്പൊ അവസാനം ഇവിടെ ഇങ്ങോട്ട് ബയ്യാൻ നയിക്കുമ്പോ അവള് നീ കുറെ കഴിഞ്ഞിട്ടായാലും ചെയ്യാറുണ്ട്. ആൻസിബിയുടെ മറുപടി നല്ല രസമുണ്ട്, ചെയ്യാറുണ്ട് പകുതി. അപ്പൊ അവര് തമ്മിലൊരു എഗ്രിമെന്റ് എത്തി, അതായത് എവിടെയെങ്കിലും പോയിട്ട് ഇത് ഇടിച്ച് നിൽക്കണമല്ലോ. ഉടനെ ജാസ്മിൻ പകുതിയിലെങ്കിലും വന്ന് എത്തിച്ച് അലക്കി വിളിപ്പിച്ചു, ബാക്കി അടുത്ത റൗണ്ട് ഓഫ് വിളിപ്പിക്കില്ല. അപ്പൊ പാർട്ട് 1 ഓഫ് വിളിപ്പിക്കൽ മാറ്റി വെച്ചുകൊണ്ട് ജാസ്മിൻ ഈസ് മൂവിങ് ഔട്ട്. പിന്നെ അതായത് ദിലീപിന്റെ ഏതോ പവി ദ കെയർ ടേക്കറോ അങ്ങനെ ഒരു പടത്തിന്റെ മാർക്കറ്റിംഗ് ആയിരുന്നു, മാന്യമായി ഉറപ്പിക്കലായിരുന്നു. പിന്നെ എന്തായാലും ബിഗ് ബോസിന് ഇതിനു വേണ്ടിയിട്ടാണല്ലോ, പരസ്യത്തിന് വേണ്ടിയാണല്ലോ ഇവർ ചെയ്യുന്നത്. എല്ലാവരും ഈ സെഗ്മെന്റിൽ ആകെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വെറുപ്പീരെന്ന് പറയുന്നത്, എന്തിനാണ് എല്ലാവരും സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ എസ്പെഷ്യലി ആക്ടേഴ്സിനെ കാണുമ്പോൾ ഇത്രയും ഓവർ എക്സ്പ്രഷൻ ഇട്ട് ബിഗ് ബോസ് ഉള്ളവർ മരിക്കുന്നതെന്ന് അറിയാം. എന്നിട്ടൊരു ആചാരം പോലെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരേപോലെ മൂവീസ് ഫ്രീക്ക് ആയിരിക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു സെഗ്മെന്റിലോട്ട് വരുന്നവരെല്ലാവരും അങ്ങനെ ആണെങ്കിൽ പോലും എല്ലാവരും ബ്ലൈൻഡ് ആരാധകരായിരിക്കും. ലാലേട്ടൻ കാണുമ്പോഴാണെങ്കിലും ഇവർ മിക്കവരും കിടന്ന് കാണിക്കുന്നത് എനിക്ക് കട്ട ക്രിഞ്ച് അടിക്കുന്നുണ്ട്. ഐ നെവർ സീൻ ഈവൻ ഓഡിയൻസ് നോട്ടിങ്സ്, ഓഡിയൻസിനെ പോലും കാണാൻ പറ്റുന്നില്ല. എന്തൊരു ഓവറാണ്. അവിടെ ലാലേട്ടൻ കൂടെ വരുമ്പോഴേക്കും വീഴുന്നു, മറിയുന്നു, കാലെടുക്കുന്നു, ലാലേട്ടന്റെ ഒപ്പിട്ട് കിട്ടുമ്പോഴേക്കും മരിക്കുന്നു. ഓക്കെ, പീപ്പിൾ ഗെറ്റ് എക്സൈറ്റഡ്. പക്ഷെ എല്ലാവരും ഒരുപോലെ ഐ ഡോണ്ട് തിങ്ക് സോ. ഒരു ബിഗ് ബോസ് ഹൗസിൽ വരുന്ന എല്ലാവരും ഒരുപോലെ കിടന്നങ്ങോട്ട് മരിക്കുകയാണ്. അത് ഇതിപ്പോ ദിലീപ് വന്നപ്പോൾ ഇത് തന്നെയാണ് കിടന്ന് കാണിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ക്ലിയർ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത്. ഇപ്പോൾ ഓരോരുത്തരും ചോദ്യം അകത്ത് കിടക്കുന്നവരുടെ ആ ചോദ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം സ്ക്രിപ്റ്റഡ് ആണ്. ഇന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നുണ്ട്. ജിൻഡോ ഒക്കെ അല്ലാണ്ട് കയറിയിട്ടുണ്ട്, നാട്ടിയെ പറ്റിയുള്ള ഇമ്മാതിരി പമ്പൻ ചോദ്യം ചോദിച്ചെന്ന് ഒരാളെ അത്രയും തറടിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ റിയാക്ഷൻ വീഡിയോ, കുഴപ്പമില്ല, എനിക്ക് ആ ഫ്രീഡം ഉണ്ട്. അപ്പൊ ഞാനത് പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ഇത് നല്ല രീതിക്ക് ഓതി കൊടുത്താണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ദിലീപിന്റെ ഇങ്ങോട്ടേക്കുള്ള ഇടയിൽ കണ്ടാലും നമുക്കറിയാം ഓതി കൊടുത്തതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ അപ്സര കയറിയുണ്ട്, എന്റെ പഴയ ക്രഷ് ആയിരുന്നു, ഞാൻ ചാൻസ് ചോദിക്കും, ശ്രീധുവിന്റെ ഓവർ ഇത്. ആഫ്റ്റർ ഓൾ എവറി ടൈം നടക്കുന്ന പോലെ തന്നെ ജാസ്മിന്റെ ഓവർ ആക്ടിങ്ങിന്റെ ഐരുകളി തൊട്ടക്കുന്നുണ്ട്. ജാസ്മിന്റെ ഓവർ ആക്ടിങ് അതിന് എഡിറ്റ് ചെയ്യുന്നവന് ജാസ്മിനായിട്ടുള്ള കലിപ്പിന്റെ പുറത്ത് എന്ത് വന്നാലും ജാസ്മിന്റെ ഓവർ ആക്ടിങ് വരുമ്പോൾ അവൻ കാണിക്കും, അവിടെ അത്രയും പേര് ഇരിപ്പുണ്ടെങ്കിലും. സോ എനിവേസ് ആ ഒരു സാധനം അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നല്ല വെറുപ്പിലായിരുന്നു, ഞാൻ പറഞ്ഞില്ല, ഒട്ടും സഹിക്കാൻ പറ്റില്ല. അതോട് ഞാൻ സാധനം കുറേ അടിച്ചു വിട്ടു. അപ്സരയ്ക്ക് ഇറങ്ങിക്കൊണ്ട് എന്റെ ചൈൽഡ്ഹുഡ് എന്റെ ക്രഷ് ആയിരുന്നു, സാറിനോട് അഭിനയിക്കാന്നുള്ള എന്റെ സ്വപ്നം എന്നൊക്കെ പറയാന്നുണ്ടെങ്കിലും ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഉള്ള കാര്യം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല പ്രതീക്ഷയില്ലാത്ത പടം തന്നെ ആയിരിക്കും സാധ്യതയുള്ളൂ. കുറച്ച് നാളെ ദിലീപിന്റെ പടം കാണാൻ പോകണമെന്നുള്ള ആഗ്രഹം തന്നെ വരാറില്ല. ഫോർഡ് ഇറ്റ്, അതിനെപ്പറ്റി അല്ലല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് ജാസ്മിന്റെ റസ്മിനുമായിട്ടുള്ള അലക്കി ഒളിപ്പിക്കലാണ് പാർട്ട് 2. അപ്പൊ ഈ എപ്പിസോഡിൽ ഒരെണ്ണം കഴിഞ്ഞു, രണ്ടാമത്തെ അലക്കി ഒളിപ്പിക്കലാണ് ഇതേ സാധനം തന്നെ. ഞാൻ അതേപോലെ എഴുതി വെച്ചേക്കാം, പണിയെടുക്കാൻ ശരിയാണ്, എനിക്ക് പണിയെടുക്കാൻ വയ്യ, എനിക്ക് മടിയുണ്ട്, പക്ഷേ റസ്മിന് ഞാൻ എന്നാലും പണിയെടുക്കുന്നില്ലേ. ഇതൊക്കെ ഞാനിട്ട് അവസാനം എനിക്ക് ട്രോൾ വരാനാ സാധ്യത. ഈ വക എക്സ്പ്രഷൻ കണ്ടിന്യൂസ്, എന്നാലും ഞാൻ പണിയെടുക്കുന്നില്ലേ. അവർ റസ്മി തീർത്ത് പറഞ്ഞിട്ട് നീ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളെയൊക്കെ വിളിച്ചാൽ മാത്രമേ നിങ്ങൾ പോയി പണിയെടുക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് വേറൊരു നോക്കൂത്തി അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ ബാക്കിന് നമുക്ക് പ്ലസ് ഒന്ന് കണ്ടിട്ട് അപ്പം അറിയാൻ പറ്റുമായിരിക്കും അതിന് എന്തിനാന്നുള്ളത്. നേരത്തെ ജാസ്മിൻ എന്ന സാധനം ഒട്ടി ചോദിച്ചിട്ട് മറ്റേ ഗബ്രി അവിടെ വന്നിരിപ്പുണ്ട്. മൈൻഡ് ചെയ്യാനത് ഇതിനൊക്കെ എന്ത് പറയാനാണ് മനുഷ്യന്റെ ആണുങ്ങളെ വരളയാനായിട്ട്. അപ്പൊ അവന്റെ ഫോർവേഡ് സ്റ്റിക്കറും സാധനം ചിരി വരും. എനിവേസ് അതൊരു നല്ല കാര്യമായിരുന്നു. റസ്മിൻ അറ്റാക്ക് ജാസ്മിൻ, അല്ലെങ്കിൽ റസ്മിൻ ഇരുന്ന് ജാസ്മിനെ അലക്കി വിളിക്കാൻ നേരത്തെ നീ ഒരു കാര്യം ഈ പൊടി ഇട്ടോക്ക് കൊണ്ട് എടുത്തു കൊടുക്കണം. ഇത്തവണ ജസ്മിൻ അല്ല കട്ടക്ക് പറഞ്ഞ് ജാസ്മിനാണ് പെട്ട്. ജാസ്മിന്റെ കുറച്ച് സ്ഥിരം കുറ്റികളാണല്ലോ റസ്മിൻ, ഗബ്രി, ഇവരോടൊക്കെ പറഞ്ഞിരുന്ന് കേൾക്കും, അത് നേരെ ഓഡിയൻസിലോട്ട് പോകും. പക്ഷെ ഇത്തവണ റസ്മിൻ തിരിച്ചു പറഞ്ഞു. റസ്മിന് പണി പാളി എന്നുള്ളത് ശരിക്കും മനസ്സിലായി. റസ്മിൻ പറഞ്ഞു നീ ചെല്ലാറില്ല, അവൾ അവിടെ ഇരുന്ന് പണിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും വിളിച്ചാലേ ചെല്ലുള്ളൂ, വിളിച്ചില്ലെങ്കിൽ ചെല്ലില്ല. ഇങ്ങനെ എല്ലാം ജാസ്മിന്റെ മടി അവിടെ എക്സ്പോസ്ഡ് ആവാണ്. അത്ഭുതമൊന്നുമല്ല, പക്ഷെ ജാസ്മിന്റെ ഈ അലക്കി വെളുപ്പിക്കൽ നടക്കാതെ ആവുന്നത് കാണുന്നതിന്റെ ഒരു രസമുണ്ട്. പിന്നെ എപ്പിസോഡിൽ വന്നേക്കുന്ന സാധനം നമ്മുടെ അർജുൻ ശ്രീതു കോംബോ സീനാണ്. ഉള്ള കാര്യമാണ്, വെറുപ്പിലായി തുടങ്ങിയിട്ട് അർജുനെയും കൊണ്ട്. ഇവൻ ഈ ഒരു സാധനം അല്ലാതെ ഒന്നുമില്ല. ഈ +2 പഠിക്കുമ്പോഴുള്ള പിള്ളേര് ഞാനൊക്കെ ഈ എക്സ്പ്രഷൻ ഇട്ടേക്കുന്ന ആ ഒരു സമയത്താണ് എനിക്ക് തോന്നുന്നത്. ആ എക്സ്പ്രഷൻ അല്ലാണ്ട് ഏർലിയർ എനിക്ക് ശ്രീധുവിന് ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ പർപ്പസ്ഫുള്ളി ഇവരെ ഈ ട്രാക്ക് ഇടുവാണ് എന്ന് മനസ്സിലായി തുടങ്ങിയിട്ടില്ല. കുറെ പേർക്ക് ഇപ്പോഴേ കത്തിയുള്ളൂ ശ്രീധു അർജുൻ തമ്മിൽ ഒരു പ്രണയബന്ധം ഓടിപ്പോയി കുറെ നാളെ ഇവർ ചാറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നോ ദാറ്റ്. പക്ഷെ ഇത് എല്ലാവരും കാണാത്തതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നല്ല കട്ട ക്രിഞ്ചായി തുടങ്ങിയിട്ട് ഗബ്രി ജാസ്മിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെയുമായിട്ടാണ് മാറുന്നതെന്നുണ്ടെങ്കിലും എനിക്ക് തുടക്കം ഇഷ്ടമുള്ള രണ്ടുപേരായിരുന്നു. അർജുൻ മിതത്വം ഉണ്ടായിരുന്നു, വലിയ പ്രശ്നത്തിൽ. പക്ഷെ ഇതിപ്പോ വന്ന ഒരേ എക്സ്പ്രഷൻ ആണുള്ളൂ. ശ്രീധു അറ്റ്ലീസ്റ്റ് ഷീസ് ട്രൈങ് ടു ഡു സംതിങ്.
ക്യാപ്റ്റൻ ആവാൻ കാവടിയുള്ളിൽ പോയി ട്രാജഡിയെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ശ്രീതു ഇസ് ഡൂയിങ് സംതിങ്. അവൾ വേറെ സെഗ്മെന്റിലുണ്ട്. ഇവൻ ഈ ഒരു ഒറ്റ സാധനം കിട്ടിയ പിന്നെ ശ്രീതു അതിന് സപ്പോർട്ടും കൊടുക്കേണ്ടത് അറിഞ്ഞാൽ പിന്നെ ഈ ലവ് ട്രാക്ക്, ഈ മുഖത്തൊക്കെയുള്ള ചിരി, ഈ മെനക്കേട്, ആ ഗെയിമൊക്കെ ഓടിപ്പാഞ്ഞ് കളിക്കുന്നതാണ് നല്ല രസമുണ്ട്. നല്ല നിങ്ങളുണ്ടാണ്ട് ആ ബലൂൺ പൊട്ടിക്കുന്ന ഗെയിമൊക്കെ. പക്ഷെ അതിന്റെ ഇടയിൽ ഇവൻ ഇടയ്ക്കുള്ളത് ആ ചിരിയും അതിനു വേണ്ടി കാണിക്കണ എനിക്ക് മറ്റേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റേ അത്ലറ്റിക് മീറ്റും എല്ലാം നടക്കുമ്പോൾ അപ്പുറത്ത് എനിക്ക് ക്രഷുള്ള പെങ്കൊച്ചുണ്ട്, അവളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പോലെയുള്ള കാണിക്കലായിരുന്നു. ടോട്ടലി വേസ്റ്റഡ്. നല്ല കഴിവുള്ള, അത്യാവശ്യം തുടക്കം തന്നെ ഒരു ഇമ്പാക്റ്റോടെ കയറി വന്നതാണെന്ന് സ്വയം അറിയാമായിരുന്നിട്ടും അവസാനം കൊണ്ട് ഈ വക ഇത്തിരി പോകുന്നൊരു സാധനം ഇട്ട് അതും കൊണ്ട് കൂടെ എന്തെങ്കിലും ഡെലിവറി ചെയ്തൂടെ? അർജുൻ നല്ല വെറുപ്പിക്കലായി തുടങ്ങി. മേ ബി ബിക്കോസ് ഐ എം വെരി അൺറൊമാറ്റിക്. എനിക്കിത് ഭയങ്കരമായിട്ട് തോന്നണേ. എന്നാലും ഇപ്പൊ പ്രേമലു പോലുള്ള പടമൊക്കെ ഇറങ്ങിയില്ല. ഇപ്പോഴത്തെ സാധനം ആൾക്കാർക്ക് അറിഞ്ഞൂടെ ഇവൻ എന്താണ് ഈ കിടന്ന് കാണിക്കുന്നത്? എന്തൊരു വൃത്തികേടാണ്. ചിരിച്ചുകൊണ്ടൊക്കെയാണ് പെണ്ണുങ്ങൾ ഇന്നത്തെ കാലത്ത് ആൾക്കാർ വളയ്ക്കുന്നത്. വൃത്തികെട്ടാണ്, ശവം. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അർജുൻ പിടിച്ചിട്ട് അപ്സരേനെ ഇതെന്റെ ഒരു ജസ്റ്റ് ഒരു ചിന്ത മാത്രമാണ്. അർജുൻ പിടിച്ചുകൊണ്ട് അപ്സരയുടെ അടുത്ത് ഞങ്ങളുടെ മസാജറാന്ന് പറയുമ്പോൾ അപ്സരയ്ക്ക് ഒരു പൊട്ടൽ കണ്ടു. ഇനി ചിലപ്പോൾ ഒരു 2, 3, 4 ദിവസം കഴിഞ്ഞിട്ട് ഇത് അർജുൻ്റെ അടുത്ത് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സീൻ ചിലപ്പോൾ കണ്ടേക്കാം. ഈസ്റ്ററൊക്കെ ആയിട്ട് കിടക്കട്ടെ. ദെൻ ജയിൽ നോമിനേഷൻ ആയിരുന്നു നടന്നത്. ജയിൽ നോമിനേഷൻ നടന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. എൻ്റെ കോൺടെസ്റ്റ് അവിടെയാണ് ജാസ്മിൻ അത്യാവശ്യം വീണ്ടും പൊളിഞ്ഞത്. എല്ലാവരും കൊണ്ടുവന്ന് ജാസ്മിന് ആദ്യം 3, 4 പേര് ചിന്തയോടെ വന്നെങ്കിലും പിന്നെ എല്ലാവരും ഒന്ന് ജാസ്മിട്ട് അടിച്ചു. അൻസിബേനെ ഒന്ന് പൊക്കി നിർത്തിക്കൊണ്ട് ജാസ്മിട്ട് അടിക്കൽ വന്നപ്പോൾ തന്നെ ജാസ്മിന്റെ കുരുപൊട്ടൽ തുടങ്ങി. അപ്പൊ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോറ പറഞ്ഞപ്പോഴാണ് എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. നോറ പറയാൻ വരുന്നു, നോറ കാര്യം പറയുന്നു. നോറ കാര്യം പറഞ്ഞ സ്പോട്ടിൽ തന്നെ ലോങ് വീഡിയോ 21 മിനിറ്റായി. അത് പെട്ടെന്ന് പറഞ്ഞെടുക്കാം. അപ്പൊ നോറ കാര്യം പറയാൻ വന്നപ്പോൾ തന്നെ ഇവരുടെ കുരു പൊട്ടിയാൽ അത്രയും പേര് പറഞ്ഞു. പിന്നെ നോറ അവിടേക്ക് നിർത്തൂലെന്നറിയാം. ഉടനെ കയറിയിട്ട് നോറ എന്നെ ഇട്ട് നോക്കിയൊരു പേടിപ്പിക്കലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ സാധനം, അതായത് ഇവർ തമ്മിൽ എന്തോ സീക്രട്ട് കിടപ്പുള്ള പോലെ, നോറയും പേടിക്കുന്ന പോലെ. ഞാൻ അവിടെ നോറ വേറൊരു സാധനം ഇട്ടു കൊടുക്കും. ഞാൻ നിന്നെ ഇതുകൊണ്ട് പറയല്ല. ഞാൻ നോറ എപ്പോൾ ജാസ്മിട്ട് കൊടുത്താലും കൂടെ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. ബാക്കി ആരും ഇതിന് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പേടിയുണ്ട്, എന്തോ കാര്യമായിട്ട് എന്തോ പേടിയുണ്ട്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ ജാസ്മിന്റെ ഒരു മോള് വിളിയും വെറുപ്പിക്കലും ഒന്നും പറയണ്ട. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ജാസ്മിന്റെ അലക്കുളിപ്പിക്കൽ പാർട്ട് 3 നടത്തുന്നുണ്ട്. അൻസിബ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഗബ്രി അടുത്ത് പറയുന്നുണ്ട്. എല്ലായിടത്തും വന്നിട്ട് ഒരേ സാധനം. ഞാൻ കുറച്ചെങ്കിലും പണി എടുക്കുന്നില്ലേ, ചിന്റെ പണി എടുക്കുന്നില്ലോ, ഞാൻ പാത്രം കുറച്ച് കഴിക്കുന്നില്ലേ, ഇങ്ങനെ പറഞ്ഞ് മാക്സിമം വെളുപ്പിക്കാൻ നോക്കി. ആരും വലിയ വിലയെന്ന് കൊടുത്തില്ല. അൻസിബയൊക്കെ ചെവി പൊത്തിയിട്ടാണ് മാറിപ്പോകുന്നത്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ചെയ്യാനുള്ളത്. എനിവേസ് ജാസ്മിൻ ഈസ് ഗെറ്റിംഗ് എക്സ്പോസ് ഡേ ബൈ ഡേ. ഞാൻ ജാസ്മിനെ മാത്രം ഫോക്കസ് ചെയ്യണ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ കാണാൻ നല്ല രസമുള്ളത് ഇതാണ്. പിന്നെ ഞാനിങ്ങനെയാണ് ഭയങ്കര സാറ്റിസ്ഡ് ആണ്. എനിക്കത് ഓരോ എപ്പിസോഡും കഴിഞ്ഞ് പിന്നെ ഞാൻ പ്ലസ് കൂടി കാണാനും എനിക്ക് മനസ്സിലാകുന്നത് ഇതിന് എന്ത് സന്തോഷം ഞാൻ കണ്ടെത്തുന്നത്. പക്ഷെ എന്നെ പോലെയുള്ള സാറ്റിസ്റ്റുകൾക്ക് വേണ്ടി വീണ്ടും ഞാൻ സജസ്റ്റ് ചെയ്യണം. കഴിഞ്ഞ എപ്പിസോഡും കൊള്ളാം. ജാസ്മിൻ എടുത്തിട്ട് അലക്കുന്നുണ്ട്. ജിൻഡോട് അത്യാവശ്യം മാസ് ഷോ ഉണ്ട്. പിന്നെ ബാക്കി സിജോ അങ്ങനെയുള്ളവരൊക്കെ അവിടെ ഇരുന്നിട്ട് എന്തോ പറയുന്നുണ്ട്. ദേ ജസ്റ്റ് ലൈക്ക് അമ്മാവൻ ടീം നൗ ഡേയ്സ്. എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ഒരുമിച്ച് വരിക, അല്ലാതെ എവിടെയും മാറിപ്പോയിരുന്ന് വർത്താനം പറയുക, അതിൽ കുറെ കുശിമ്പ് കുണ്ണായ്മ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ കണ്ടന്റ് ഒക്കെ തരാൻ ആൾക്കാരുണ്ട്, എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇടുന്നുണ്ട്. പക്ഷെ ക്വാളിറ്റി ഓഫ് ദ സീസൺ ഇങ്ങനെ കണ്ടു തീർക്കാനേ പറ്റത്തുള്ളൂ. അതിൽ ഒന്നും പറയാനില്ല.